ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മമ്മി, എന്താ മമ്മി ടെൻഷനിലാണോ? ആയിരിക്കും. എന്നാ ഇനി ഇത് വേണ്ട മോളെ. ഞാൻ നവീനുമായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്തു പറ്റി? അന്ന് നവീൻ എനിക്ക് വാങ്ങിത്തന്ന മെഡിസിൻ ഇല്ലേ, അത് ഞാൻ കഴിച്ചു. പക്ഷെ അത് ഞാൻ കഴിച്ചപ്പോ എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഡോക്ടറെ കണ്ട് സംസാരിച്ച് പുതിയ മരുന്നുകൾ വാങ്ങിച്ചു. എത്രയും പെട്ടെന്ന് എന്റെ പേടി മാറ്റിയെടുത്തല്ലേ പറ്റൂ. എന്റെ മമ്മിക്ക് ഞാൻ വാക്ക് തന്നതല്ലേ. നന്നായി. മോളെ, പിന്നൊരു കാര്യം, ജോത്സ്യൻ പറഞ്ഞത് നിന്റെ മനസ്സിലുണ്ടല്ലോ. പരിഹാര ക്രിയകളെല്ലാം ചെയ്ത് അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നവീന്റെ മുറിയില് നീ പോയി ഉറങ്ങാവൂ. ഓർമ്മയുണ്ട് മമ്മി. പിന്നെ എനിക്ക് മമ്മിയോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? മമ്മി എന്നോട് പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ശ്രീനിവാസ് എന്ന ആ മനുഷ്യൻ അതിക്രൂരനാണ്. അല്ലെങ്കിൽ മമ്മിയുടെ അടുത്തുനിന്ന് എന്നെ തട്ടിയെടുക്കാനും എന്നെ ഇല്ലാതാക്കാനും അയാൾ ശ്രമിക്കില്ലായിരുന്നല്ലോ. മമ്മി ഇത്രത്തോളം വെറുക്കുന്ന ഒരാളുടെ പേര് പിന്നെ എന്തിനാ മമ്മി മമ്മിയുടെ സ്വന്തം പേരിന്റെ കൂടെ വെച്ചത്? ബിസിനസ് രംഗത്ത് സ്വന്തമായി ഒരു അഡ്രസ് ഉണ്ടാക്കുന്നതിനോ? എന്തുകൊണ്ടാ മമ്മിയെ പേര് ഡ്രോപ്പ് ചെയ്യാതിരുന്നേ? നീ ഈ ചോദിച്ച ചോദ്യം പലവട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളതാ. ബിസിനസ് ലോകത്ത് സിത്താര എന്ന പേരുകൊണ്ട് തന്നെ നിലനിൽക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ശ്രീനിവാസ് എന്ന പേര് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അയാളോടുള്ള പകയും വൈരാഗ്യവും അയാളെക്കാൾ വലുതാവണമെന്നുള്ള ഒരു ആഗ്രഹവും എന്റെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഉറപ്പിച്ചു. എവിടെയെങ്കിലും ഞാനൊന്ന് തളർന്നു വീണ പേരിനൊപ്പമുള്ള ആ 4 അക്ഷരം മതിയായിരുന്നു എനിക്കെന്നെ വീണ്ടെടുക്കാൻ. കാരണം എന്നെങ്കിലും അയാൾ എന്റെ മുന്നിലെത്തുമ്പോ അയാളെക്കാട്ടിലും ഉയരത്തിലായിരിക്കണം ഞാനെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരാളുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അരികത്ത് വരാത്ത അച്ഛനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ മമ്മിയെ ഇത്രയും ദ്രോഹിച്ച ഒരാള് എന്റെ കൺമുന്നിൽ വന്ന ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. മോളെ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരാളില്ല മമ്മി. എനിക്കെന്റെ മമ്മിയെ മതി, എന്റെ നവീനെ മതി. എന്റെ ലോകം അത്രേ ഉള്ളൂ. താങ്ക് യു മോളെ, താങ്ക് യു. ഇപ്പോ മമ്മിക്ക് കുറച്ച് സമാധാനമായി. മമ്മിക്ക് നേടാനുണ്ടായിരുന്നത് ബിസിനസ് ലോകത്താ, നിനക്ക് നേടാനുള്ളത് കളരിക്കൽ കുടുംബത്തും. ഒരിക്കൽ മമ്മിക്ക് കേൾക്കണം നീ അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായെന്ന്. അധികം വൈകാതെ തന്നെ. വെക്കട്ടെ മോളെ.